ഹലോ ഹായ്. നാടൻ സാധനങ്ങൾ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഒരു കോണ്ടിനെന്റൽ ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അതും നമ്മൾ മലയാളികളുടെ വികാരം തന്നെയായ ബീഫ് വെച്ചിട്ട്. ബീഫ് സ്റ്റേക്ക്. സ്റ്റേക്ക് ആണ്, സ്റ്റീക്ക് അല്ല. കേട്ടില്ല? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. സ്റ്റേക്കിന് ഞാനിവിടെ ചെറിയ പീസായിട്ട് ബീഫ് ഇങ്ങനെ സ്റ്റേക്ക് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു 250 ഗ്രാംസ് വരുമായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഗ്രേവി പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് മാരിനേറ്റ് ചെയ്യാൻ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും അത്ര തന്നെ ഇത് ബാർബിക്യൂ സോസാണ് 2 ടേബിൾ സ്പൂൺ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി അല്പം കൂടുതലുണ്ടെങ്കിലും നല്ലതാണ്, ബീഫ് ആയതുകൊണ്ട്. പോരാത്തതിന് സോസിനകത്തെല്ലാം ഒരല്പം മധുരം കാണും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരല്പം ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ. മീറ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനെഗർ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ബേസിക് മാരിനേഡാണ്. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ചിലർ തേൻ ചേർക്കും, ചിലർ സീസണിങ്സ് ചേർക്കാറുണ്ട്. ഒറിഗാനോയും തൈമും ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് ചേർക്കാവുന്നതാണ്. മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ബീഫ് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റേക്ക് ചെയ്യുമ്പം അല്പം വലിയ കഷ്ണമാണെങ്കിൽ അതാണ് നല്ലത്, കാരണം ഇത് പാനിൽ വെക്കുമ്പം ചുരുണ്ടു പോകും. അപ്പം അതുകൊണ്ട് അല്പം വലിയ കഷ്ണങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. 4 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഇതിനി ഒരു 4 hours ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സ്റ്റേക്ക് പീസ് ഇപ്പം ഞാൻ മാരിനേറ്റ് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ അത് പിടിച്ച് അതിൻ്റെ കളറ് തന്നെ മാറി വന്നിട്ടുണ്ട്. മാരിനേഡിൻ്റെ കണ്ടില്ലേ, നല്ലൊരു ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്, നല്ല കുറുകി. ഇതിനി നമുക്ക് പാനിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ പാനിലാണ് ചെയ്യുന്നത്. ബേക്ക് ചെയ്യേണ്ടവർക്ക് ബേക്ക് ചെയ്യാം, പക്ഷെ പാനിലാവുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതുകൊണ്ട് പാനിലിട്ട് തന്നെയുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിനി കുക്ക് ചെയ്യാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. എനിക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചൂടായി വന്നിട്ടുണ്ട്. സ്റ്റേക്കിന്റെ പീസ് വെച്ച് കൊടുക്കാം. സമയം നോക്കണം. ഒരു 1.5 മിനിറ്റ്സ് 2 സൈഡും ചെയ്താൽ മതി. പിന്നെ പീസിന്റെ വലുപ്പം അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. നമുക്ക് വേണ്ടിയ വേവ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഞാനിവിടെ ഒരു ഏകദേശം 1.5 മിനിറ്റ്സ് 2 സൈഡിലും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് ഒരു മിനിറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്ത് പിന്നെ തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് ആക്കി വെക്കാം. നമുക്കൊരു സ്റ്റേക്ക് സോസും കൂടെ പ്രിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ സ്റ്റേക്ക് ചെയ്ത അതേ പാനിലോട്ട് അല്പം കൂടി ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത അണിയൻസ് ചേർക്കാണ്. നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്ത് വരണം. അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് വരണം. ആ അണിയൻസിന്റെ കാരമലൈസ് ചെയ്ത സ്വീറ്റ്നെസ് വരണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് കാരമലൈസ് ചെയ്യാം. നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്. അതുമായി വരുമ്പോഴത്തേക്കിനും നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ സോസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം അല്പം ടൊമാറ്റോ സോസും അല്പം ചില്ലി സോസും കൂടെ ചേർക്കാം. ടീസ്പൂൺ കോൺഫ്ലവർ
കട്ട കെട്ടാതെ നല്ലപോലെ ഒന്ന് ഇളക്കണം. ഒരു സ്മൂത്ത് സിൽക്കി ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കാം. ഒരു സോസി കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റീക്കിന് മുകളിൽ വെച്ച് സെർവ് ചെയ്യാം. ബീഫ് സ്റ്റേക്ക് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അല്പം വെജിറ്റബിൾസ് നമ്മൾ ബോയിൽ ചെയ്ത് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. ആകുമ്പോൾ ഒരു സൈഡായിട്ട് നമ്മൾ അതാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. റൈസ് ഒന്നും അത്ര നമ്മൾ വെക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ്. അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഒപ്പം തന്നെ അല്പം ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചെതറി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നമ്മളുടെ സ്റ്റേക്ക് ആകുന്ന സമയത്തിന് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാഷ്ഡ് പൊട്ടറ്റോസ് ആണ്. അല്പം ഉപ്പും കുരുമുളകും പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മാഷ് ചെയ്താണ് ബട്ടറും ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്റ്റേക്ക് സോസ് കൂടി ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ കോണ്ടിനെന്റൽ ബീഫ് സ്റ്റേക്ക് റെഡി. സ്റ്റേക്ക് റെഡിയാണ് കേട്ടോ. ഒരു ഡിന്നറിന് ഇത് ധാരാളമാണ്. തിരിച്ച് ചോറൊന്നും വേണ്ട. അപ്പോൾ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.